എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലേ. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് പച്ചക്കറിയും വാഴച്ചുണ്ടും പിന്നെ കുറച്ച് ചീസും ഒക്കെയാണ് ഇതിൻ്റെ ചേരുവ. വാഴച്ചുണ്ടാണോ? അങ്ങനൊരു തോന്നൽ വേണ്ട കേട്ടോ. ഇതുണ്ടാക്കി നോക്കി കഴിച്ചാലല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തിരുമ്മി വെക്കണം. അത് കറ ഇറങ്ങാതിരിക്കാനാണ്. അതിനുശേഷം നമ്മളതൊരു പാനിൽ കുറച്ച് ഉപ്പിട്ട് ചെറിയൊരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം, ഒട്ടും വെള്ളം ആകരുത്. അതിനുശേഷം നമുക്ക് ഈ കുക്കറിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഈ പൊട്ടറ്റോ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഇതിനെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കുത്തിയരിഞ്ഞത്, 3-4 പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 2-3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയ ശേഷം 1 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വഴറ്റണം. ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ചെറുതായി അരിഞ്ഞിട്ട് അത് 1/2 കപ്പുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. അതെ, വാഴച്ചുണ്ടൊക്കെ തോരൻ വെച്ചാൽ നമ്മുടെ മക്കൾ കൂട്ടാറുണ്ടോ? ഇല്ല, അവർക്കതൊന്നും ഇഷ്ടമില്ല. അവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റിൽ നമ്മൾ ഇതുപോലൊരു ട്രിക്ക് നമുക്ക് ഒന്ന് പ്രയോഗിച്ച് നോക്കാം അല്ലേ. നമ്മുടെ പച്ചക്കറിയൊക്കെ വഴന്നു. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടണം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകം, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി വേണം. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനകത്തിടാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയ ശേഷം നന്നായി കൈകൊണ്ട് ഉടച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴച്ചുണ്ടും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി മിക്സ് ആക്കണം. വാഴച്ചുണ്ടിൽ ഒട്ടും വെള്ളം ഉണ്ടാകരുത്. വാഴച്ചുണ്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ 1 സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിക്കണം ഇതിൽ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില എനിക്ക് കടയിൽ പോയപ്പോൾ കിട്ടിയിരുന്നില്ല. ഇതിപ്പം ഇവിടെ ഉണ്ടായിരുന്ന മല്ലിയാണ്. ബാംഗ്ലൂർ മല്ലി, ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയാറില്ലേ, ഇച്ചിരി വീതിയുള്ള ഒരു ഇലയാണ്. അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ 2-3 സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലവർ ഉണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കണം. പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസി മതി. 2-3 പ്രാവശ്യം ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുവാൻ. കാരണം ഉള്ളിൽ ചീസ് ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പൊട്ടാതെ നല്ല ഷേപ്പിൽ തന്നെ കട്ട്ലറ്റ് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാനും പറ്റും. മൈദയും നമുക്ക് ഈ രീതിയിൽ കോട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കാം. കട്ട്ലറ്റ് പൊട്ടാതെ നല്ലതായിട്ടിരിക്കും. പിന്നെ ചീസ് വയ്ക്കുന്നത് കൊണ്ട് കട്ട്ലറ്റ് ചൂടാകുമ്പോൾ പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ചീസ് മിക്ക കുട്ടികൾക്കും ഇഷ്ടമുള്ളതല്ലേ, അതുകൊണ്ട് അവർ കഴിക്കുകയും ചെയ്യും അല്ലേ. ഇതേപോലെ വാഴച്ചുണ്ടൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യാനുസരണം നമ്മൾ 1 മണിക്കൂർ മുന്നേ വെളിയിൽ വെച്ചിട്ട് അവർക്ക് ഇതേപോലെ നമുക്ക് ഫ്രൈ ആക്കി കൊടുക്കാമല്ലോ. എല്ലാം നല്ല റൗണ്ട് ഷേപ്പാക്കി എല്ലാം ബ്രെഡ് ക്രംസിലൊക്കെ എല്ലാം നല്ലതായിട്ട് ഡിപ്പ് ചെയ്തെല്ലാം വെച്ചു. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, വെജിറ്റബിൾ ഓയിലാണ്, നല്ലതായിട്ട് ചൂടായിട്ട് വേണം നമുക്കിതിടാൻ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ആക്കാൻ. അല്ല ചിലപ്പോൾ അത് ഒട്ടിപ്പോകും. അത് നമുക്ക് ഓരോന്നിങ്ങനെ വറുത്തെടുക്കാം. കട്ട്ലറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. കട്ട്ലറ്റ് ഒന്നും പൊട്ടിപ്പോയിട്ടില്ല. കാരണം ഉള്ളിൽ ചീസുള്ളത് കൊണ്ട് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലെ തന്നെ വാഴച്ചുണ്ട് മീറ്റുമായിട്ട് മിക്സ് ചെയ്ത് നമുക്കുണ്ടാക്കാം. പ്രത്യേകിച്ച് ചീസ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ വിത്ത് ചീസ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.
നോക്കിക്കേ, കട്ട്ലേറ്റ് നോക്കിക്കേ, നല്ല ചീസ് നല്ല മെൽറ്റായിട്ട് അകത്തിരിക്കുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അവരൊരിക്കലും പറയുകയില്ല ഇത് വാഴച്ചുണ്ട് കൊണ്ടുള്ള കട്ട്ലേറ്റ് ആണെന്ന്. നിങ്ങളതൊന്ന് പരീക്ഷിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. സപ്പോർട്ട് ലൈക്ക് ചെയ്യുമല്ലോ. താങ്ക് യു വെരി മച്ച്.